അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു പ്ലെയിൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. ഇതിന് ചിക്കനോ മീനോ മുട്ടയോ ഒന്നും ആവശ്യമില്ല. ആകെ നമുക്ക് വേണ്ടത് ബിരിയാണി വെക്കുന്ന അരി മാത്രമാണ്. ഇത് നമ്മൾ സാധാരണ കേരളത്തിൽ വെക്കുന്ന ആ ഒരു സ്റ്റൈൽ ബിരിയാണി അല്ല, പുറത്തുള്ളവർ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് കൊടുത്താൽ നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ബസ്മതി അരിയാണ്. പിന്നെ ഇപ്പൊ ലോക്ക്ഡൗൺ ആണ്, അപ്പൊ നമുക്ക് എല്ലാം വേണം, നമ്മൾ വാശി പിടിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാം കയ്യിലുള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ബസ്മതി അരി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്ന അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ആ കുഞ്ഞി അരിയില്ലേ. അപ്പൊ അതായാലും കുഴപ്പമൊന്നുമില്ല. ബസ്മതി ആണെങ്കിൽ കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാവും, അല്ലാതെ ടേസ്റ്റിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് കുതിർത്തി വെക്കുക. എന്നിട്ട് അതങ്ങ് മാറ്റി വെച്ചാൽ മതി. അപ്പം അരി കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി പണി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് അരക്കാനുള്ള മസാലയാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ അവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എടുക്കണം നിർബന്ധമൊന്നുമില്ല, സാധാ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ 1/2 ടീസ്പൂൺ വലിയ ജീരകവും പിന്നെ 1/4 ടീസ്പൂൺ ഷാജീരവും ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വലിയ ജീരകം മാത്രം ചേർത്താൽ മതി. അതിനുശേഷം ഇതിനകത്തോട്ട് ഒരു 5 ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. പിന്നെ 3 ഏലക്ക, ഒരു കുഞ്ഞു കഷ്ണം ജാതിപ്പൂ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു വലിയ പീസ് പട്ടയും ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും, കരിഞ്ഞ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഒരു 10-12 വെളുത്തുള്ളി ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോഴാണ് ആ ചോറിൽ നല്ല ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ 1 മിനിറ്റ് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5-8 ചെറിയുള്ളി എന്തായാലും എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയുള്ളിയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരപ്പിടി മല്ലിയില ചേർക്കുന്നുണ്ട്, കുറച്ച് പുതിനയില ചേർക്കുന്നുണ്ട്. മല്ലിയില ചേർത്ത് അത്രയും വേണ്ട. അതിനുശേഷം ഇതിനകത്തോട്ട് ഒരു കുഞ്ഞു തക്കാളി ചേർക്കുന്നുണ്ട്. മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ പകുതിയേ ആവശ്യമുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി നേരം ഇനി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് നല്ല ചൂടാറുന്ന സമയത്ത് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം. അരച്ചിട്ട് അവിടെ മാറ്റി വെച്ചാൽ മതി. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതേ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചോറിൻ്റെ പരിപാടി നോക്കണം. അപ്പോൾ ചോറുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെയുള്ള 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ ടേസ്റ്റ് ചെറുതായിട്ട് വേണം, അപ്പോഴേ കറക്റ്റ് ഒരു ടേസ്റ്റ് വരുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കൽ നിർബന്ധമില്ല, പകരം നിങ്ങൾക്ക് നെയ്യ് മാത്രം വേണേൽ ചേർക്കാം, അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനകത്തോട്ട് 2 സവാള ചേർത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ സാധാരണ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ ഒരുപാട് മസാലയൊന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. ഇത്രയും തന്നെ നമുക്ക് സവാളയും കാര്യങ്ങളൊക്കെ മതി. കാരണം ഒരുപാട് ഹെവി ആയിട്ടുള്ള സാധനമല്ല ഇത്. അപ്പോൾ അതേ ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സാധാരണ പോലെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം, ഉള്ളി കടിക്കാൻ പാടില്ല. അപ്പോൾ അതേ ഇത് നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം. ഇനി ഈ മസാല നമുക്ക് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഓൾറെഡി എണ്ണയിലിട്ട് വഴറ്റിയതുകൊണ്ട് ഒത്തിരി നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് ഒക്കെ ഒന്ന് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി നമുക്ക് ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു കുഞ്ഞു തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളി ചെറുതായിട്ട് ഒന്ന് ഉടഞ്ഞു വരണം. അതിനുശേഷം വേണം നമ്മൾ ഇതിനകത്തോട്ട് മസാലപ്പൊടി ചേർക്കാനായിട്ട്. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുക. ഗരം മസാലയ്ക്ക് പകരം ബിരിയാണി മസാല ആയാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മുളകിൻ്റെയൊക്കെ പച്ചക്കുത്തൽ മാറണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം.
അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. തക്കാളിയും എല്ലാം നന്നായിട്ട് ഉടഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം പുളിയുള്ള തൈരാണ്. പുളി കുറവാണെങ്കിൽ ഒരു 1/4 കപ്പിൻ്റെ കൂടെ 2 സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒത്തിരി പുളിയുള്ള തൈര് കുറേ ഒഴിച്ചു കഴിഞ്ഞാൽ ചോറിന് ഭയങ്കര പുളിയായി പോവും. അപ്പോൾ നന്നായിട്ട് നമുക്ക് 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർത്തി വെച്ചിട്ടുള്ള അരി നല്ലപോലെ വെള്ളം വാർത്തി കളഞ്ഞതിന് ശേഷം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ സൂക്ഷിച്ച് മിക്സ് ചെയ്യാൻ നോക്കുക. കാരണം കുഞ്ഞരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കുതിർത്ത് വെച്ചതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് 1.5 കപ്പ് വെള്ളം മതി. അതുപോലെ കുതിർത്തിയ ബസ്മതി അരി ആണെങ്കിലും ഇതേ അളവിൽ തന്നെ വെള്ളം മതി. അപ്പൊ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ എപ്പോഴും പറയണ പോലെ തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് എപ്പോഴും മുന്നിൽ നിൽക്കണം. എന്നാലേ ചോറിൽ നന്നായിട്ട് ഉപ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിപ്പോ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. തിളച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. എന്നിട്ട് വെള്ളവും അരിയും കൂടെ ഒന്ന് ഒരേ ലെവലിൽ വരുന്ന സമയത്ത് വേണം നമ്മൾ ഇനി അടച്ചു വെച്ച് വേവിക്കാനായിട്ട്. അപ്പൊ അതേ അരിയും വെള്ളവും ഒരേ ലെവൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ശ്രദ്ധിക്കണം, ലോ ടു മീഡിയം ഫ്ലെയിമിലേ പാടുള്ളൂ, ഇല്ലെങ്കിൽ വെന്ത് കിട്ടില്ല. എന്നിട്ട് നമുക്ക് കുറച്ചു നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെറിയ അരി ആയതുകൊണ്ട് തന്നെ കുറേ സമയം മിക്സ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഒത്തിരി സമയമൊന്നും എടുക്കില്ല. അതേപോലെ തന്നെ ചില അരിക്ക് വെള്ളത്തിന്റെ അളവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം തളിച്ചു കൊടുത്താൽ മതി. സാധാരണ നമ്മൾ ബിരിയാണിക്ക് ചെയ്യണ പോലെ തന്നെ. അപ്പം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഞാൻ ലോക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പൊ ഇതേ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് 1 മിനിറ്റും കൂടെ ഒന്ന് വെന്താൽ മതി. ഇപ്പൊ കാണുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞ പോലെ തോന്നുകയാണ്. ചൂടാറുന്ന സമയത്ത് അരി വേറെ വേറെ ആയിട്ട് നിൽക്കും. അപ്പൊ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മേലെ സെറ്റ് ആക്കി എടുക്കുക. ഇതുപോലെ തവി വെച്ച് ഇതുപോലെ പ്രസ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പൊ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്നാൽ മതി. അപ്പോഴേക്ക് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അതേ ഫുള്ള് സെറ്റായി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ അരിയൊക്കെ പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ വിളമ്പുന്ന സമയത്ത് ചൂട് പോകുമ്പോൾ അത് നല്ലപോലെ അരിയൊക്കെ വിട്ട് വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയും തന്നെ പണിയില്ല. ഇപ്പൊ കണ്ടില്ലേ, ചോറൊക്കെ ഓരോന്നോരോന്നായിട്ട് വിട്ടാണ് ഇരിക്കണത്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ജസ്റ്റ് തൈര് മാത്രം മതി കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ കൊടുത്താലും ഇഷ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക. ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുള്ള മുട്ട ബിരിയാണിയൊക്കെ നല്ലപോലെ ആൾക്കാർ കണ്ടിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുള്ള റെസിപ്പിയാണ്. അതേപോലെ തന്നെ ഇതും എല്ലാവരും കാണുക, ട്രൈ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.